സിനിമാ കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് കൊച്ചി കടവന്ത്രയിൽ നിന്നും രമേശാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ പ്രധാന കർമ്മമായ പ്രോസസ്സിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശദീകരിക്കാൻ അത്ര എളുപ്പമല്ലാത്തൊരു ചോദ്യമാണ്. പ്രോസസ്സിങ് സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്ന സിനിമയായി മാറുന്നതിനിടയിൽ സംഭവിക്കുന്ന ലാബിൽ നടക്കുന്ന ഒരു കർമ്മമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ആ എപ്പിസോഡിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇതൊരു മാഗസീനാണ്. ഈ മാഗസീനകത്താണ് ഫിലിം ലോഡ് ചെയ്യുക. ഈ പ്രോസസ്സ് ശരിക്കും നടക്കുക ഒരു ഡാർക്ക് റൂമിൽ വെച്ചിട്ടാണ്. കാരണം ലൈറ്റിൽ ഇത് എക്സ്പോസ്ഡ് ആവാൻ പാടില്ല. ഇപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ലീഡർ എന്ന് പറയുന്ന ഇതാണ്, ഫിലിമല്ല, ലീഡറാണ് ഇതിൽ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഫീഡ് ചെയ്തു. ഇത് ഇനി ഇവിടെ ഈ മെഷീനിലേക്ക് ലോഡ് ചെയ്യും. അതിൻ്റെ പ്രോസസ്സ് നമുക്കിനി നോക്കാം. മാഗസീനകത്തുള്ള ഫിലിമിന് ഈ ബോക്സിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കും. ഇതെല്ലാം സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. ലൈറ്റ് കടക്കാൻ പാടില്ല. ലൈറ്റ് കടന്നു കഴിഞ്ഞാൽ ഈ ഫിലിം ചീത്തയായി പോകും. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലീഡർ ഇട്ടിട്ടാണ് ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് അത് പ്രോസസ്ഡ് ആവണമെന്നുള്ളത് ലീഡർ വെച്ചിട്ട് നമുക്ക് കാണാം. ആക്ച്വലി ഇതിനകത്ത് ഫിലിമാണ് ഉണ്ടാവുക. വരും, ഇതാണ് ഇതിൽ ഫീഡ് ചെയ്യുന്ന, ഈ മാഗസീനിൽ ഫീഡ് ചെയ്യുന്നത് ഇതുപോലെ ഇതിനുള്ളിലേക്ക് വന്നു. ഇതിലൂടെ ഇത് കടന്നു പോകും. ഇതിലൂടെ കടന്നു പോയിട്ട് ഇത് തൊട്ടപ്പുറത്തുള്ള ടാങ്കിലേക്ക് ചെല്ലും. നമുക്കിതിനെ ടാങ്ക് കാണാം. ഈ ടാങ്കിനകത്താണ് നമ്മൾ നേരത്തെ കണ്ട ഫിലിം നമ്മൾ കണ്ടു. അതിലൂടെ ട്രാവൽ ചെയ്തിട്ട് വരുന്നത് ഇത് ഫസ്റ്റ് ടാങ്കാണ്. ഇതിന് പ്രീ ബാത്ത് ടാങ്ക് എന്ന് പറയും. ഇതിൽ ആദ്യം നടക്കുന്ന ആക്ഷൻ പ്രീ ബാത്താണ്. പ്രീ ബാത്തിൽ സംഭവിക്കുന്നത് ഫിലിമിനൊരു കോട്ടിങ് ഉണ്ടാവും. ആ കോട്ടിങ് ആദ്യം ഇതിൽ ആൽക്കലി കെമിക്കൽ വെച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയും അടുത്ത സ്ഥലത്ത് ബഫർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇതിനെ വാഷ് ചെയ്ത് കളയുകയും ചെയ്യും. ഫിലിമിൽ ഉള്ള ഇതിൻ്റെ ബാക്കിംഗ് കാര്യത്തിന് കെമിക്കലിന് വാഷ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഈ ടാങ്കിനകത്ത് നടക്കുന്നത്. ഇതാണ് ആ ടാങ്ക്. യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളമാവും. ഈ ടാങ്കിൽ ആണ് ഡെവലപ്പിംഗ് നടക്കുന്നത്. ഇതും ക്ലോസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലൂടെ ആണ് ഫിലിം ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ് ഇത് നെഗറ്റീവായി മാറുന്നത്, ഡെവലപ്ഡ് ആയിട്ട് മാറുന്നത്. ഇതിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ കാണും 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ നോർമൽ ടെമ്പറേച്ചർ. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് വരാൻ എടുക്കുന്ന സമയം 3 മിനിറ്റാണ്. ഡെവലപ്പിംഗ് ഈ ടാങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഫിലിം വരുന്നത് ഈ ടാങ്കിലേക്കാണ്. ഈ ടാങ്ക് ഓപ്പണാണ്. ഇതിൽ ലൈറ്റ് പാസ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഡെവലപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇതിനകത്ത് ഡാർക്ക്നെസ്സിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നടക്കുന്നത് ബ്ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഈ ടാങ്കിൽ ഇതിൽ നടക്കുന്നത് ബ്ലീച്ചിങ് ആണ്. ബ്ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത് സിൽവർ കണ്ടൻറ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഇത് ഈ ടാങ്കിലേക്ക് വരുമ്പോൾ ഇതിൽ വാഷിങ്, ഈ ബ്ലീച്ച് ചെയ്തതിന് ശേഷം ഫിലിമിനെ ഇവിടെ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം ഈ ടാങ്കിൽ വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നു. ഫിക്സിംഗ് എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. ഇതിലപ്പോൾ ഈ ഫൈനലി ഇതിലുള്ള നെഗറ്റീവിലുള്ള ഒരു ചെറിയ രഹസ്യം, ഈ നെഗറ്റീവിൽ സിൽവർ ഉണ്ട്. സിൽവർ, ആ സാധനം ഈ ടാങ്കിൽ അടിഞ്ഞുകൂടുകയും ഇത് ഇവിടുത്തെ കെമിസ്റ്റിന് വേണമെങ്കിൽ സിൽവറാക്കി വീട്ടിൽ കാമുകിക്കോ ഭാര്യയ്ക്കോ വളയാക്കി കൊടുക്കുകയോ ചെയ്യാം. ഇത് ഫൈനൽ വാഷിംഗ് എന്ന് പറയും. ഫൈനൽ വാഷിംഗ് ഈ ടാങ്കിൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫിലിം നേരെ വരുന്നത് ഈ ക്യാബിനിലേക്കാണ്. ഈ ക്യാബിനിൽ സംഭവിക്കുന്നത് ഡ്രൈയിങ് ആണ്. 7 മിനിറ്റാണ് അതിൻ്റെ ടൈം. ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന ഇവിടെ പുറത്തെത്തുമ്പോഴേക്കും 7 മിനിറ്റ് ടൈം എടുക്കും. ഈ 7 മിനിറ്റ് സമയം കൊണ്ട് നെഗറ്റീവ് പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ടുണ്ടാകും. എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഒരു സിനിമ ജനിക്കുന്നതിൻ്റെ അവസാനത്തെ പ്രസവ മുറിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പ്രസവമാണ് നടക്കാൻ പോകുന്നത്. ഇത്
പ്രിൻറ്റിങ്ങിൻ്റെ ഇതിന് തൊട്ട് മുമ്പുള്ള ഘട്ടം നിങ്ങൾ കണ്ടു. സൗണ്ട് നെഗറ്റീവും പിക്ചർ നെഗറ്റീവും വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്നു. ആ പ്രിൻ്റ് ചെയ്ത് ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് മാഗസീനിൽ ലോഡ് ചെയ്യും. നേരത്തെ നമ്മൾ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നത് ലോഡ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽസ് കാണിച്ചിരുന്നു. അതുപോലെ ലോഡ് ചെയ്തിട്ട് ഇതിനുള്ളിലൂടെ ട്രാവൽ ചെയ്ത് വരും. ഇതിനകത്ത് ഡെവലപ്പിംഗ് നടക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യില്ല, ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇതിനുള്ളിൽ ഡെവലപ്പിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വരും. ഇത് വാഷ് ചെയ്യുന്ന ടാങ്കാണ്. ഇതാണ് വാഷിംഗ്. ഇതിൽ ഈ ഫിലിം ഡെവലപ്പ് ചെയ്ത ഫിലിം വാഷ് ചെയ്യും. ഇപ്പോൾ ഈ ഫിലിമിനകത്ത് പിക്ചറും ഉണ്ട്, സൗണ്ടും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നു, ഇവിടെ ബ്ലീച്ച് ചെയ്യുന്നു. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ട് വരുന്ന ഈ ഫിലിം ഇതാ ഇങ്ങനെ വന്ന് ഇതിലൂടെ വരും. ഇതിലൂടെ വന്നിട്ട് ഈ കാണുന്ന പാത്രത്തിനകത്തുള്ള ഒരു കെമിക്കലാണ്. 6 തരം കെമിക്കലുകൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു കൂട്ടാണത്. ഇതാണ് ഈ ട്രേയിലുള്ളത്. ഈ കെമിക്കലാണ്. ഈ ട്രേയിലൂടെ ഈ ഫിലിം ഇങ്ങനെ കടന്നു പോകും. ഈ കടന്നു പോകുമ്പോൾ അതിലൊരു ഹെഡുണ്ട്. ആ ഹെഡ് കൃത്യമായിട്ട് ഈ മിശ്രിതം, ഈ 6 കെമിക്കലുകളുടെ മിശ്രിതം കൃത്യമായിട്ട് ആ ഹെഡ് ഈ ടേപ്പിൻ്റെ, ഈ ഫിലിമിൻ്റെ സൗണ്ട് ട്രാക്കുള്ള, നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ട്രാക്കിൻ്റെ മീതെ പേസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിലുള്ള 6 മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ 6 വ്യത്യസ്തമായ കെമിക്കലുകൾ ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിലൊരു ഗമ്മ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഗമ്മാണ് ഇതിൽ ഒട്ടിക്കാൻ, ഫിലിമിൽ ഒട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഈ ടാങ്കിലേക്ക് വരും. ഇവിടെ വാഷ് ചെയ്യപ്പെടും. സൗണ്ട് ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ ടാങ്കിലൂടെ അത് ഡെവലപ്പ് ചെയ്ത് വാഷ് ചെയ്ത് ഇതിനുള്ളിലൂടെ ഈ ക്യാബിനകത്തേക്ക് കയറും. ഈ ക്യാബിനകത്ത് ഫിലിം ഇത് പ്രിൻ്റ് ഡ്രൈ ആവും. ഉണക്കാനുള്ളതാണിത്. ഇതിലൂടെ ഉണങ്ങി പുറത്തേക്ക് വരികയും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞിനെ അവിടെ കുളിപ്പിച്ചു, ഇതിൽ തോർത്തിയ കുഞ്ഞ് പുറത്തേക്ക് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് പൊക്കിൾ കൊടി കട്ട് ചെയ്ത് ഇങ്ങനെ കയ്യിലേക്ക് കിട്ടി.